വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസമുണരേണ്ട വർഷം വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം വിശ്വാസമെന്ന വിളക്കു കൊളുത്തി നാം പീഠത്തിന്മേൽ വച്ചിടേണം വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം വിശ്വാസമെന്ന മഹാദാനം നമ്മൾ അഭിമാനമോടെ കാക്കേണം വിശ്വാസവർഷം വിശ്വാസവർഷം വിശ്വാസിയുണരേണ്ട വർഷം വിശ്വാസമെന്നൊരു തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം ആത്മരക്ഷ ലക്ഷ്യമാക്കി നവീകരണ ധ്യാനത്തിലൂടെ സഭാസമൂഹത്തിന് ഏറെ സംഭാവനകൾ നൽകിയ NRC ധ്യാന കേന്ദ്രം മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനാൽ സ്ഥാപിതമായ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ വിശ്വാസവർഷത്തിൽ ഇടവക തോറും നടത്തപ്പെട്ട വിശ്വാസസന്ധ്യകളുടെ സമാപന സംഗമവേദിയായ ക്രേദോയിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം നയിച്ച വഴികളെക്കുറിച്ച് ഇവർ ഓർക്കുന്നു. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ വിശ്വാസം എന്ന ആപ്തവാക്യത്തോടെ ആരംഭിച്ച വിശ്വാസവർഷം അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. സമാപനം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ മന്ദീഭവിച്ചു പോയ വിശ്വാസത്തെ ഉജ്ജീവിപ്പിക്കുവാൻ നൂതന മാർഗങ്ങൾ കാണിച്ചു തന്ന് വഴി നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. വിശ്വാസസന്ധ്യ എന്ന പേരിൽ ഇടവകാതലത്തിൽ നടത്തിയ പ്രോഗ്രാം ഏറെ താല്പര്യത്തോടു കൂടിയാണ് ദൈവജനം സ്വീകരിച്ചത്. വിവിധ ഇടവകളിൽ നിന്നുള്ള ദൈവജനം ഒരുമിച്ചിന്നിവിടെ വിശ്വാസം ആഘോഷിക്കുകയാണ്. ക്രേദോ 2013 വിശ്വാസ പ്രഘോഷണ തീഷ്ണതയാൽ ജ്വലിച്ചിരുന്ന വ്യക്തിയായിരുന്നു MSMIS സഭാസ്ഥാപകനായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചന്. അച്ഛൻ്റെ ശ്രമഫലമായിട്ടാണ് കേരളത്തിൽ 4 ധ്യാന കേന്ദ്രങ്ങൾ വളർന്നു വന്നത്. അനേകം വചനപ്രഘോഷകരെ വാർത്തെടുത്ത NRC കുളത്തുവയിൽ കുടിയേറ്റ മേഖലയിലെ ആദ്യത്തെ ധ്യാനകേന്ദ്രം കൂടിയാണ്. ഈ ധ്യാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സും ആത്മായ സഹോദരങ്ങളും ഈ വിശ്വാസവർഷത്തിൽ ഉണർന്നു പ്രവർത്തിച്ചത് അച്ഛൻ സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണെന്നതിൽ സംശയമില്ല. 40ഓളം ഇടവുകളിൽ ഇതിനോടകം വിശ്വാസസന്ധ്യ നടത്തിക്കഴിഞ്ഞു. വിശ്വാസ പ്രമാണം ആവർത്തിച്ചു ചൊല്ലി ഇടവുകളിലേക്ക് ടീമംഗങ്ങൾ പോയിരുന്നത് നല്ലൊരനുഭവമായിരുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ട ദിനങ്ങളായിരുന്നു വിശ്വാസസന്ധ്യയുടെ ദിനങ്ങൾ. വിശ്വാസ വർഷാചരണത്തിന് തിരശീല വീഴുകയാണെങ്കിലും വിശ്വാസ ശാക്തീകരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും നമുക്ക് ലഭിച്ച വിശ്വാസദീപം അണയാതെ കാത്തു സൂക്ഷിക്കണം. അതിന് നമുക്ക് പ്രചോദനമേകുന്ന ഈ വചന സന്ദേശം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം
ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മിശിഹായിൽ ഏറ്റവും ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട NRC കുടുംബാംഗങ്ങളെ, വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന അപ്പസ്തോലിക തിരുവെഴുത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് ആരംഭിച്ച വിശ്വാസ വർഷം അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കായിട്ട് നൽകുന്ന വിശ്വാസത്തിൻ്റെ വെളിച്ചം എന്ന ചാക്രിക ലേഖനം നമ്മോടൊപ്പമുണ്ട്. സ്നേഹത്തിൽ പ്രവർത്തനനിരതമായ ഒരു വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് എന്ന മുദ്രാവാക്യം സ്വീകരിച്ചുകൊണ്ടാണ് വിശ്വാസവർഷം നാം ആരംഭിക്കുക. ഈ വിശ്വാസവർഷത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് തുടക്കത്തിൽ തന്നെ മാർപ്പാപ്പ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തിൽ ആഴപ്പെടുക, അനുഭവിച്ച വിശ്വാസം ശക്തമായിട്ട് കൈമാറുക, തീഷ്ണതയോടുകൂടിയുള്ള ഒരു കൈമാറ്റത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന, വിശ്വാസത്തിൽ ശക്തിപ്പെടേണ്ട കുടുംബങ്ങളുടെ നവീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം ധാരാളം ചെയ്യുവാനുണ്ട്, പ്രവർത്തിക്കുവാനുണ്ട്. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. വിശ്വാസ പ്രഘോഷണ രംഗത്ത് തീഷ്ണതയോടുകൂടി മുന്നേറുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തിലേക്ക് നാം കടക്കുമ്പോൾ വിശ്വാസം എന്താണെന്ന് മാർപ്പാപ്പ തൻ്റെ ചാക്രിക ലേഖനത്തിൽ, വിശ്വാസ വെളിച്ചം എന്നുള്ള ചാക്രിക ലേഖനത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വിശ്വാസത്തിൽ ആഴപ്പെടണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ചരിത്രം, സഭയുടെ ചരിത്രം വളരെ കൃത്യമായിട്ട് ചേർന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. വിശ്വാസം എന്നുള്ളത് ആരുടെയും ഒരു തിരഞ്ഞെടുപ്പല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 8 തിരുവചനത്തിൽ അപ്പസ്തോലൻ ഇങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്: വിശ്വാസം മൂലം കൃപയാലാണ് ഇത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, പ്രവൃത്തികളുടെ ഫലമേ അല്ല. അതുകൊണ്ട് നിങ്ങൾ ആരും അഹങ്കരിക്കരുത്. തൻ്റെ തന്നെ വിശ്വാസം ലഭിച്ചിട്ടുള്ള നിമിഷങ്ങളിലേക്ക് കടന്നു എന്നുകൊണ്ട് അതിനെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് അപ്പസ്തോലൻ നമ്മളോട് പങ്കുവെക്കുക. എഫേസൂസുകാർക്കുള്ള ലേഖനത്തിൽ വിശ്വാസം മൂലം കൃപയാലാണ് ഇത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം സ്വീകരിച്ചിട്ടുള്ള വിശ്വാസം നമ്മുടെ മാതാപിതാക്കൾ കത്തോലിക്കരായതുകൊണ്ട് വിശ്വാസം നമുക്ക് ലഭിച്ചതല്ല എന്ന് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു അപ്പസ്തോലൻ. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കും, നമ്മുടെ മാതാപിതാക്കൾ കത്തോലിക്കരായിരുന്നതുകൊണ്ട് നാം വിശ്വാസം സ്വീകരിച്ചു. എന്നാൽ തീർച്ചയായും അത് മൗഢ്യമാണ്, തെറ്റായിട്ടുള്ള ചിന്തയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് വിശ്വാസം ലഭിച്ചിട്ടുള്ളത്, വിശ്വാസത്തിൽ വളരുന്നത്, വിശ്വാസത്തിൽ ജീവിക്കുന്നത്. അതാണ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസം മൂലം കൃപയാലാണിത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഇത് പ്രവൃത്തികളുടെ ഫലമേ അല്ല എന്ന്. അപ്പോൾ മാർപ്പാപ്പ തൻ്റെ ലേഖനത്തിൽ, ചാക്രിക ലേഖനത്തിൽ ഓർമ്മിക്കുന്നത്, പങ്കുവെക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് വിശ്വാസം ലഭിച്ചിട്ടുള്ളത്. അത് ദൈവത്തിൻ്റെ ഒരു വലിയൊരു ദാനമാണ്. പൗലോസ് അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1 അധ്യായത്തിൽ 1 തിരുവചനത്തിലൂടെ തന്നെ ഇക്കാര്യം അടിവരയിട്ട് നമ്മോട് പങ്കുവെക്കുന്നുണ്ട് എളിമയോടുകൂടി. മനുഷ്യർ മുഖേനയോ മനുഷ്യരിലൂടെയോ അല്ല, പിതാവായ ദൈവത്തിലൂടെ, പിതാവായ ദൈവം ഉയർപ്പിച്ച ക്രിസ്തുവിലൂടെ അപ്പസ്തോലനായി തീർന്ന ഞാൻ. ഇതാണ് പൗലോസ് അപ്പസ്തോലൻ നമ്മോട് പങ്കുവെക്കുന്നത്. ഞാൻ യഹൂദരുടെ വംശത്തിൽ ജനിച്ചവൻ, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ തീഷ്ണതയാൽ എരിഞ്ഞവൻ, മറ്റേതൊരു യഹൂദനേക്കാളും ഒരുപടി മുൻപിൽ നിന്നവൻ. എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്നെ അപ്പസ്തോലന്മാരുടെ പദവിയിലേക്ക് ഉയർത്തുകയാണ്. ഇത് മനുഷ്യരിലൂടെയോ മനുഷ്യർ മുഖേനയോ അല്ല, പിതാവായ ദൈവത്തിലൂടെയാണ്. പിതാവായ ദൈവം ഉയർപ്പിച്ച ക്രിസ്തുവിലൂടെ. ഞാൻ ക്രിസ്തുവിനെ കണ്ടിട്ടേയില്ല. ഞാനൊരു അപ്പസ്തോലൻ്റെ അടുത്തും ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുവാനും പോയിട്ടില്ല.
പിന്നെ എല്ലാം എനിക്ക് അവിടുത്തെ കൃപ കൊണ്ട് ലഭിച്ചു എന്ന അപ്പസ്തോലൻ ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ വിലയിരുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസ വർഷത്തിൽ അടിസ്ഥാനപരമായ ഈ വലിയ ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കൽ കൂടി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമ്മെ ഈ വിശ്വാസ വർഷം ക്ഷണിക്കുകയാണ്. നമുക്ക് വിശ്വാസം ലഭിച്ചിട്ടുള്ളത് ദൈവത്തിൻ്റെ ദാനം കൊണ്ട് മാത്രമാണ്. ഇത് നമ്മൾ ആരും നേടിയെടുത്തതല്ല. ദൈവത്തിന് ആരെയും വിളിക്കുവാൻ സാധിക്കും, അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരെയും തിരഞ്ഞെടുക്കുവാൻ സാധിക്കും, ഉപകരണങ്ങളാക്കുവാൻ സാധിക്കും. ഡാന എന്ന പെൺകുട്ടിയുടെ കഥ നാം കേട്ടിട്ടുണ്ട്. അവൾ കിഴക്കൻ യൂറോപ്പിൽ ജനിച്ചു. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ. അവളുടെ മാതാപിതാക്കൾ നിരീശ്വരരായിരുന്നു. ദൈവത്തിൽ അവർ വിശ്വസിച്ചതേ ഇരുന്നില്ല. നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഡാനയുടെ പിതാവ്. അവളുടെ 6-ാമത്തെ വയസ്സിൽ നല്ല മേച്ചിൽപ്പുറം തേടി കൂടുതൽ സമൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടി, സമ്പത്തുണ്ടാകുന്നതിന് വേണ്ടി പിതാവ് ജർമ്മനിയിലേക്ക് കുടിയേറുകയും ഫുട്ബോൾ ക്ലബ്ബിൽ അംഗമാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ പിതാവ്, നിരീശ്വരനായിരുന്ന പിതാവ്, ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന ഡാനയുടെ അപ്പച്ചൻ ഡാനയെ 6-ാമത്തെ വയസ്സിൽ സ്പോർട്സ് അക്കാഡമിയിൽ ചേർത്തു. തുടർന്ന് അവിടെയുള്ള പ്രത്യേകമായ പരിശീലനം കൊണ്ട് ഡാനയ്ക്ക് വളരെ അതിവേഗം മുന്നോട്ട് പോകുവാൻ സാധിച്ചു ഈ രംഗത്ത്. 10-ാമത്തെ വയസ്സായപ്പോൾ തന്നെ സ്പോർട്സിൻ്റെ രംഗത്ത് മുൻനിരകളിലേക്ക്, പത്രത്തിൻ്റെ താളുകളിലേക്ക് ഡാന എത്തിച്ചേർന്നു. എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുന്നു. അവൾ മികച്ചൊരു അത്ലറ്റായി തീർന്നു. 20-ാമത്തെ വയസ്സായപ്പോഴേക്കും അവൾ നല്ലൊരു ബാസ്ക്കറ്റ് ബോൾ കളിക്കാരി. ഒരു ക്ലബിൽ, ഏറ്റവും ശ്രദ്ധേയമായൊരു ക്ലബിൽ അംഗമായി തീർന്നു. പത്രങ്ങളെല്ലാം എഴുതി അടുത്ത ഒളിമ്പിക്സിൽ ജർമ്മനിക്ക് മെഡൽ കൊണ്ടുവരുന്നതിൽ ഡാന മുൻനിരയിലുണ്ടാവും. അങ്ങനെ അത്രയധികം പത്രങ്ങളെല്ലാം അവളെ വാഴ്ത്തുകയാണ്, അവളെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ജർമ്മനിയും മറ്റ് രാജ്യങ്ങളിലുമെല്ലാം അവൾ അറിയപ്പെടുന്നു. ഒരു ദിവസം അവൾ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള കളിക്ക് വേണ്ടി തൻ്റെ ടീമംഗങ്ങളെ ഒരുക്കുകയാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തു. എതിരാളികളുടെ വീക്ക്നെസ് എന്താണെന്ന്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതിലൂടെ എങ്ങനെ ശ്രദ്ധേയമായ വിജയം നേടാൻ സാധിക്കുമെന്നും എല്ലാം വിലയിരുത്തി. ഓരോരുത്തർക്കും കളിയുടെ ഓരോ തന്ത്രങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. അവർ കിടക്കുവാൻ വേണ്ടി പോയി. ഒരു 2 മണിയായപ്പോൾ അവൾ എഴുന്നേറ്റു. പിന്നീട് ഉറക്കം വരുന്നതേയില്ല. തൊട്ടടുത്ത് തൻ്റെ കൂട്ടുകാരി കിടന്നുറങ്ങുന്നുണ്ട്. അവളെ നോക്കിയപ്പോൾ അവളുടെ മേശപ്പുറത്ത് ഒരു പുസ്തകം കിടക്കുന്നു. സമയം കളയുന്നതിന് വേണ്ടി ആ പുസ്തകമെടുത്ത് ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിൽ പതുക്കെ വായിച്ചു. ആ പുസ്തകം ഇപ്രകാരമായി അതിൽ കൊടുത്തിരുന്ന വാചകങ്ങൾ അവൾ വായിക്കുക. ഒരു ചകിട്ടത്തടിക്കുന്നവന് മറു ചകിട് കൂടി കാണിച്ചു കൊടുക്കുക. 1 മൈൽ ദൂരം പോകാൻ നിന്നോട് ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ ദൂരം പോകുക. നിന്റെ മേലങ്കി ആവശ്യപ്പെട്ടാൽ പുറങ്കുപ്പായം കൂടി നൽകുക. ഇതൊന്നും അവൾക്ക് മനസ്സിലായില്ല. അവൾ ആ പുസ്തകം ആ മേശപ്പുറത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞു. പിന്നീട് അവൾ ഉറങ്ങുവാൻ തുടങ്ങി. പിറ്റേ ദിവസം കളിയുടെ സമയമായപ്പോൾ തൻ്റെ എതിരാളി അവളെ ഒന്ന് മനഃപൂർവ്വം ഫൗൾ ചെയ്തു. സ്വാഭാവികമായും മനഃപൂർവ്വം ഫൗൾ ചെയ്യുന്ന എതിരാളികൾക്ക് ഒരവസരം വരുമ്പോൾ ഇരട്ടി നാണയത്തിൽ തിരികെ കൊടുക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ശീലം. അതിനൊരു അവസരം പാർത്തിരിക്കുകയായിരുന്നു കളിയിൽ. കൃത്യമായൊരു അവസരം വന്നു. തന്നെ ആക്രമിച്ച എതിരാളിയെ, മനഃപൂർവ്വം ഫൗൾ ചെയ്ത എതിരാളിയെ അടുത്തെത്തിയപ്പോൾ എങ്ങനെയാണ് ഫൗൾ ചെയ്യേണ്ടതെന്ന് അവൾ മനസ്സിൽ കണക്കാക്കുകയും അതിനുവേണ്ടി കൃത്യം അടുത്തെത്തുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായ സംഭവം അവൾക്കുണ്ടായി. തലേ ദിവസം താൻ വായിച്ച പുസ്തകത്തിൽ കണ്ട വാചകം അത് ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തി. 1 ചകിട്ടത്തടിച്ചാൽ മറു ചകിട് കൂടി കാണിച്ചു കൊടുക്കുക. അവൾക്ക് അത്ഭുതമായി. താൻ ഫൗൾ ചെയ്യണമെന്ന് ഏറ്റവും അടുത്തെത്തിയ നിമിഷം ഈ വചനം വന്നതുകൊണ്ട് അവൾക്ക് ഫൗൾ ചെയ്യുവാൻ സാധിച്ചില്ല. മാത്രമല്ല, തൻ്റെ 20 വയസ്സത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശാന്തി, സമാധാനം അത് ഡാനയ്ക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു. ആ കളിയിൽ ടീം ഭംഗിയായിട്ട് വിജയിച്ചു. തിരികെ റൂമിൽ എത്തിയപ്പോൾ തൻ്റെ കൂട്ടുകാരിയോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ഏതാണ് ഈ പുസ്തകം? ഇതെന്നെ അത്ഭുതപ്പെടുത്തി. ഇതിലെ വാചകം
എനിക്ക് ശക്തി നൽകുകയാണ്. ഇതേതാണ് പുസ്തകം? കൂട്ടുകാരി പറഞ്ഞു, നിനക്ക് അറിഞ്ഞുകൂടെ ഈ പുസ്തകം? ഇതാണ് സുവിശേഷം. സുവിശേഷമോ? അതെന്താണ്? ഒരിക്കലും ദൈവത്തെപ്പറ്റി കേട്ടിട്ടില്ലാത്ത, പഠിച്ചിട്ടില്ലാത്ത, യേശുവിനെ അടുത്തറിഞ്ഞിട്ടില്ലാത്ത അവൾ ചോദിക്കുകയാണ്, സുവിശേഷം ഏതാണ്? കൂട്ടുകാരി പറഞ്ഞു, ഇതാണ് യേശു, ദൈവത്തിൻ്റെ പുത്രൻ, രക്ഷകൻ. യേശു കടന്നു വന്നതും രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ചും കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും കൂട്ടുകാരി അവൾക്ക് ലളിതമായി ഹ്രസ്വമായി പറഞ്ഞു കൊടുത്തു. അവൾ പിന്നീട് അത് മുഴുവനും വായിക്കുവാൻ തുടങ്ങി. 4 സുവിശേഷങ്ങളും അവൾ വായിച്ചു. നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ വഴികൾ. ദൈവത്തെപ്പറ്റി ഒരിക്കലും കേട്ടിട്ടില്ലാതിരുന്ന ഒരു പെൺകുട്ടിയെ വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് ദൈവം നയിക്കുക എന്ന് 21-ാമത്തെ വയസ്സെത്തി പൂർത്തിയാകുമ്പോൾ മാതാപിതാക്കളോട് അവൾ പറയുകയാണ്, ഞാൻ വിശ്വാസം സ്വീകരിക്കുവാൻ പോകുന്നു. ദൈവമില്ല എന്ന് അവർ പഠിപ്പിച്ചിരുന്ന അവളുടെ മാതാപിതാക്കൾക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മാത്രമല്ല, അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വധിക്കുവാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്ന് അവൾ തന്നെ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇതൊന്നും, എതിർപ്പുകളൊന്നും അവളെ പിന്തിരിപ്പിക്കുന്നില്ല. പകരം അവൾ ധീരമായിട്ട് അവൾ മുന്നോട്ട് പോവുകയാണ് യേശുവിൻ്റെ സ്നേഹത്തെ അടുത്തനുഭവിക്കുവാൻ വേണ്ടി. 22-ാമത്തെ വയസ്സിൽ അവൾ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുവാൻ ആരംഭിക്കുകയാണ്. തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ കൂട്ടുകാരോട്, കോച്ചിനോട്, സഹപ്രവർത്തകരോട്, മറ്റു മേഖലകളിൽ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്പിൽ മുഴുവനും താൻ അനുഭവിച്ച യേശുവിനെ, കണ്ടുമുട്ടിയ യേശുവിനെ, സമാധാനത്തിൻ്റെ രാജാവിനെ, വിശ്വാസത്തിൻ്റെ നേതാവിനെ പ്രസംഗിക്കുവാൻ അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ദൈവം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. എങ്ങനെയാണ് ഒരാളെ ഉപകരണമാക്കുന്നത്? അവൾ ആ വിശ്വാസം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, തുടർന്ന് വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൽ അവളൊരു സന്യാസിനിയായി തീരുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവൾ വിവിധ മേഖലകളിൽ വിവിധ ആളുകൾക്ക് യേശുവിനെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സന്യാസിനി എന്ന നിലയിൽ. നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ബ്രസീലിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര യുവജന സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്നവരിൽ പ്രധാനി സിസ്റ്റർ തെരേസ് ഈ ഡാനയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നുള്ളത് ദൈവത്തിൻ്റെ കൃപയാലാണത് നമുക്ക് ലഭിക്കുക. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആരും അത് നേടിയെടുക്കുന്നതല്ല. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലവും അല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഈ വിശ്വാസ വർഷത്തിൻ്റെ സമാപനത്തിൽ ഉറക്കെ മനസ്സിൽ ഉറപ്പിക്കുക. എന്നെ ദൈവം തിരഞ്ഞെടുത്തിരുന്നത് അവിടുന്ന് മുൻകൂട്ടി തന്നെ തയ്യാറാക്കിയിരിക്കുന്ന അവിടുത്തെ പ്രവൃത്തികൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി എന്നെ ഒരുക്കുന്ന അവിടുത്തെ കരവേല മാത്രമാണ് ഞാൻ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം ധീരതയോടുകൂടി പ്രഘോഷിക്കുക. എങ്ങനെയാണ് നമുക്ക് ലഭിച്ച വിശ്വാസം പ്രഘോഷിക്കേണ്ടത്? അത് വചനത്തിലൂടെയാണ് പ്രഘോഷിക്കുക. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം മറിയം, യേശുവിനെ സ്നേഹിച്ചിരുന്ന മറിയത്തിന് അവിടുത്തെ മനസ്സിലാകുന്നില്ല. ഒരു തോട്ടക്കാരനാണെന്നാണ് തോന്നുന്നത്. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്ത നിമിഷങ്ങളുണ്ട്. എന്നാൽ എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക? അവളെ വിളിക്കുകയാണ് ഈശോ മറിയം. മറിയം എന്ന വചനം കേൾക്കുന്ന നിമിഷം അതാരാണെന്ന് തിരിച്ചറിയുകയാണ്, അവനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസത്തിൽ ആഴപ്പെടണമെങ്കിൽ നമുക്ക് വചനം പഠിക്കണം. വചനത്തിലൂടെയാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, നമുക്ക് മനസ്സിലാകാതിരിക്കുന്ന യേശുവിനെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, 16-ാം തിരുവചനത്തിൽ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് അപ്പസ്തോലൻ ഉറക്കെ പറയുമ്പോൾ അപ്പസ്തോലനോട് ഈശോ പറയുകയാണ്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണിത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. കൂടെ നടന്നതുകൊണ്ടോ വചനം ശ്രവിച്ചതുകൊണ്ടോ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ ആർക്കും യേശുവിനെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. പിന്നെ ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം, പിതാവായ ദൈവത്താൽ ആകർഷിക്കപ്പെടണം. അതാണ് വചനത്തിൽ ആഴപ്പെടണം. അപ്പോൾ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോൾ വിശ്വാസ വർഷത്തിൽ വചനത്തിൽ ആഴപ്പെടുവാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ, വിശ്വാസത്തിൽ നാം പരിശ്രമിക്കുമ്പോൾ വചനം കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. വചനം നമ്മെ
ദൈവത്തിൻ്റെ കവാടങ്ങൾ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തരുന്ന താക്കോലായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി, വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ കൂദാശകളോട് ചേർന്ന് സഞ്ചരിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചാക്രിക ലേഖനം. കൂദാശകൾ സ്വീകരിക്കുകയും കൂദാശകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുക. യേശു മരിച്ചു, ഇനി അവൻ ജീവിച്ചിരിപ്പില്ല. ഒരു പുതിയൊരു രാജ്യം സ്ഥാപിക്കുമെന്നും ഉന്നതമായ സ്ഥാനം ലഭിക്കുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്ന അപ്പസ്തോലന്മാരെല്ലാം ചിതറുകയാണ് വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്ക്. അവർ തിരികെ പോവുകയാണ്. യേശുവിൻ്റെ പിന്നാലെ പോയ അവിടെ നിന്നും സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയാണ്. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവരുടെ പ്രതീക്ഷ അപ്രത്യക്ഷമായി പോയി. അവർക്കിനി ഒന്നിലും താല്പര്യമില്ല. അവർ തിരികെ പോവുകയാണ് എമ്മാവൂസിലേക്ക്. ആ തിരികെ പോകുന്ന അവരോടൊപ്പം യേശു ചേരുകയാണ്. അവർക്ക് യേശുവിനെ മനസ്സിലാകാൻ സാധിക്കുന്നില്ല. കൂടെ നടന്നിട്ടും അവർക്ക് വചനം പറഞ്ഞു കൊടുത്തിട്ടും പങ്കുവെച്ചിട്ടും ആരാണ് ഈശോ എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, വിഡ്ഢികളെ, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ മന്ദീഭവിച്ചിട്ടുള്ളവരെ, കേൾവി കുറഞ്ഞവരെ, കാഴ്ച നഷ്ടപ്പെട്ടവരെ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുന്നില്ല? അവരോടൊപ്പം ഭവനത്തിലേക്ക് പ്രവേശിക്കുകയും അപ്പമെടുത്ത് ആശീർവദിക്കുകയും ചെയ്യുമ്പോൾ അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകുകയാണ്. അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ്. ക്രിസ്തു ആരാണെന്ന് മനസ്സിലാകുകയാണ്. പ്രിയപ്പെട്ടവരെ, കൂദാശകളിലൂടെയാണ് നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സാധിക്കുക. എപ്പോഴെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയും അനുരഞ്ജന കൂദാശകളും മറ്റു കൂദാശകളും അടുക്കലടുക്കൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ശക്തിപ്പെടാം. അപ്പോൾ നമുക്ക് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ സാധിക്കും. മൂന്നാമതായി, എങ്ങനെയാണ് വിശ്വാസത്തിൽ ആഴപ്പെടുക? അത് കൂട്ടായ്മയിലാണ്. സഭയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം മറ്റെല്ലാവരും പങ്കുവെച്ചതുപോലെ ഇനിയൊരു ജീവിതമില്ല, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി പഴയ തൊഴിലിലേക്ക് അവർ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. അവർ മീൻ പിടിക്കുവാൻ വേണ്ടി പത്രോസിൻ്റെ നേതൃത്വത്തിൽ പോകുമ്പോൾ യേശു അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അത്ഭുതകരമായി അവരെ സഹായിക്കുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല അത് ആരാണെന്ന്, അതൊരു ഭൂതമാണെന്നാണ് അവർ കരുതുക. എന്നാൽ പിന്നീട് അവർ തിരിച്ചറിയുകയാണ്. അവർ ഒരുമിച്ച് ചേർന്നിട്ട് അവരോടൊപ്പം യേശു അപ്പം പങ്കുവെക്കുമ്പോൾ, പ്രാതൽ പങ്കുവെക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുകയാണ് യേശു ആരാണെന്ന്. അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടായ്മയിലാണ്, സഭയിലാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അവസരങ്ങളുള്ളത്. സഭയ്ക്ക് പുറത്ത് ജീവിച്ചാൽ, സഭയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് യേശുവിനെ പ്രഘോഷിക്കുവാനേ സാധിക്കുകയില്ല. പ്രഘോഷിച്ചാൽ അത് നിലനിൽക്കുകയുമില്ല. അതുകൊണ്ട് സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനും നമ്മെ ക്ഷണിക്കുകയാണ് ഈ വിശ്വാസ വർഷം. അപ്പോൾ ഈ 3 മേഖലകളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാം. കൂദാശകൾ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് വചനത്തിൽ നമുക്ക് ആഴപ്പെടാം. കൂട്ടായ്മയിൽ, സഭയിൽ ജീവിച്ചുകൊണ്ട് വചനത്തിൽ നമുക്ക് വിശ്വാസത്തിൽ ശക്തിപ്പെടാം. ഇതാണ് ഈ വിശ്വാസ വർഷത്തിൽ നമ്മെ പഠിപ്പിക്കുക. കൂടുതൽ ശക്തിയോടുകൂടി യേശുവിനെ പ്രഘോഷിക്കണമെങ്കിൽ നമുക്ക് ഈ 3 മേഖലകളും പരിശോധിക്കുകയും കൂടുതൽ ആഴപ്പെടുകയും ചെയ്യാം. വചനം ഞാൻ എന്നും വായിക്കുന്നുണ്ടോ? വചനത്തിൽ ഓരോ ദിവസവും പഠിക്കുവാനും വചനത്തിലൂടെ പകർന്നു തരുന്ന യേശുവിൻ്റെ മുഖം കാണുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ? വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിക്കുന്നുണ്ട്, പഴയ നിയമത്തിൽ ഞാൻ കാണുന്നു ക്രിസ്തുവിൻ്റെ മുഖം. പഴയ നിയമത്തിലെ ഓരോ പേജുകളിലും ഞാൻ കാണുകയാണ് ക്രിസ്തുവിൻ്റെ മുഖമെന്ന്. നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും വായിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖം അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ വചനം നമ്മെ സഹായിക്കും, പഠിപ്പിക്കും. കൂദാശകളിലുള്ള എൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചും നമുക്ക് വിലയിരുത്തണം, വിചിന്തനം നടത്തണം. വിശുദ്ധ കുർബാനയിൽ എന്നും പങ്കെടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ, താല്പര്യമുണ്ടോ? സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്, അടുക്കലടുക്കൽ കുമ്പസാരിച്ചുകൊണ്ട്, ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കൽ അനുരഞ്ജന കൂദാശയ്ക്ക് അണഞ്ഞുകൊണ്ട് നമുക്ക് യേശുവിൻ്റെ മുഖം ദർശിക്കുവാൻ, അവിടുത്തെ വെളിപ്പെടുത്തൽ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം, എന്നെ കാണുക, എൻ്റെ കയ്യിലെ ആണിപ്പഴുതുകൾ കാണുക, പാർശ്വത്തിലെ മുറിവ് നീ കാണുക, വിശ്വസിക്കുക എന്ന് തോമാസ് ലീഹായോട് പറഞ്ഞതുപോലെ കൂട്ടായ്മയിൽ നിന്ന് തോമാസ് ലീഹ പുറത്തു നിന്നപ്പോൾ ക്രിസ്തുവിനെ അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് നമുക്കറിയാം. എന്നാൽ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പോൾ ക്രിസ്തുവിനെ
തോമാസ് സ്ലീഹായ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമുക്ക് കൂട്ടായ്മയിലായിരിക്കാം, സഭയോടൊത്ത് എപ്പോഴും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പരിശ്രമിക്കാം. പലപ്പോഴും നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന ശരീരത്തിൽ നിന്ന് പുറത്തു നിന്ന് പ്രവർത്തിക്കുവാനുള്ള പ്രേരണകളുണ്ടാകും. എന്നാൽ നമുക്ക് സഭയോടൊത്ത് പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ, ഒരു ഇടവക ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ പ്രഘോഷണ മേഖലകളിൽ സഭ നൽകുന്ന നിർദ്ദേശങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. വിശ്വാസത്തിൽ നമ്മെ നയിക്കുന്നത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മയാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ആ അവസാനം വരെ, കുരിശിന് ചുവട്ടിൽ വരെ കൂടെയുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ഈ വിശ്വാസ ജീവിതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയെ കൂടാതെയുള്ള ഒരു യാത്ര നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള യാത്രയ്ക്ക് ഒരർത്ഥവുമില്ല. നമ്മെ കൂടുതൽ ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ, സഭയെക്കുറിച്ച് മനസ്സിലാക്കി തരണമെങ്കിൽ, അമ്മയാകുന്ന ആ വിദ്യാലയം, അമ്മയാകുന്ന ആ കണ്ണാടി, അതിൽ നമുക്ക് നമ്മെ സമീപിക്കാം. അമ്മ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ മുൻനിരയിൽ ഏറ്റവും നമുക്ക് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അമ്മയുണ്ട്. അമ്മയുടെ വലിയ മാതൃക നമുക്ക് പിൻചൊല്ലാം, അമ്മയോട് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ. അപ്പോൾ നമുക്ക് ഈ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് കൈമാറാം. വചനം വായിച്ചുകൊണ്ട്, കൂദാശകളിൽ പങ്കെടുത്തുകൊണ്ട്, സഭയോടൊത്ത് പ്രവർത്തിച്ചുകൊണ്ട് വിശ്വാസം നമുക്ക് തീഷ്ണതയോടുകൂടി കൈമാറാം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശ്വാസവർഷം, വിശ്വാസവർഷം, വിശ്വാസമുണരേണ്ട വർഷം. വിശ്വാസവർഷം, വിശ്വാസവർഷം, വിശ്വാസിയുണരേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസമെന്നൊരീ തീക്കനൽ നമ്മൾ ഊതിയുണർത്തേണ്ട വർഷം. വിശ്വാസവർഷം, വിശ്വാസവർഷം.